വരുന്നു. സന്ധ്യാനേരത്ത് വാതിലും തുറന്നിട്ട് എവിടെ പോയി കിടക്കുക? 3-4 പെണ്ണുങ്ങളുള്ള വീടാ. പഠിക്കൽ ഇത്ര വെള്ളം കൊടുന്നു വെക്കണമെങ്കിൽ അതിന് വേറെ ആളെ നിർത്തേണ്ടി വരുമോ? എത്തേണ്ട നേരം ആയില്ലല്ലോ. ഇന്നെന്താ നേരത്തെ? അത്താഴ പൂജ കഴിയും മുമ്പ്. അത്താഴ പൂജയും നിർമ്മാലിയൊക്കെ ഞാർക്കാ കാണാൻ പറ്റുക? കുടുംബക്ഷേത്രം നാട്ടുകാരെ കൈയടക്കാൻ പോവല്ലേ? ഇനി ഭഗവതിയെ കൂടി അവിടുന്ന് ഓടിച്ചാലേ അവർക്ക് തൃപ്തിയാവും. പുതിയൊരു വാർത്തയായിട്ടാ അപ്പൊ കമ്മിറ്റിക്കാർ വന്നിരിക്കുന്നത്. കോടതി വിധി ഉണ്ടാവും അത്രേ. വരും പോലെ വരട്ടെ. ഇനി ദേവിയുടെ ഇഷ്ടം എന്താ വെച്ചാ അതുപോലെ നടക്കട്ടെ. അമ്മേ ഭഗവതി, ചിലപ്പോ പൊന്നമ്മടക്കാരെ നടത്തുന്ന അവസാനത്തെ ഉത്സവമായിരിക്കും ഇത്. വിഷ്ണുവിനോടൊന്ന് പറഞ്ഞേക്കെ, ഭഗവതിയുടെ ശാപം ഏറ്റുവാങ്ങണ്ടെന്നുണ്ടെങ്കിൽ നാളെ നടയടച്ച് കൊടിയിറങ്ങുമ്പോഴെങ്കിലും ഒന്ന് പോയി തൊഴുതോളാൻ. നിനക്കറിയാലോ, കുട്ടിക്കാലം മുതലേ ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തലയിലേറ്റി വെച്ചവനാണ് ഞാൻ. കുടുംബനാഥനായി പേരിന് അച്ഛനുണ്ടായിരുന്നെന്ന് മാത്രം. ക്ഷേത്രത്തിന്റെയും ഭഗവതിയുടെ ഒക്കെ കാര്യങ്ങളല്ലാതെ അച്ഛന്റെ മനസ്സിൽ മറ്റൊന്നുമില്ലായിരുന്നു, അന്നും ഇന്നും. അതിനിടയിൽ കുടുംബം എങ്ങനെ കഴിയുന്നു, മക്കൾ എങ്ങനെ ജീവിക്കുന്നു, ഒന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയിച്ചിട്ടുമില്ല. ഏത് ദുർഘടഘട്ടത്തിൽ ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഈ കടമ്പ എങ്ങനെ കടക്കണമെന്ന് എനിക്ക് ഒരു പിടിയില്ല ഭൈരവ. എന്നെ വിശ്വസിക്കുന്ന ഒരു കുടുംബം മുഴുവൻ തെരുവിലിറങ്ങേണ്ടി വന്ന. വിഷ്ണു, അത്ര കടന്നൊന്നും നീ ഇപ്പൊ ചിന്തിക്കണ്ട. എന്ത് കാര്യത്തിൽ നിന്നോടൊപ്പം നിന്നിട്ടുള്ളവനാ ഞാൻ. എനിക്കൊരു ബുദ്ധി തോന്നുന്നു. ജപ്തി ഒഴിവാക്കാനായില്ലെങ്കിലും അത് നീട്ടിക്കിട്ടാനൊരു ശ്രമം നടത്തിക്കൂടെ? എങ്ങനെ? നമുക്ക് ആ ഡെപ്യൂട്ടി തഹസിൽദാരെ പോയി ഒന്ന് കാണാം. ഇത്തിരി മനുഷ്യത്വമുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ കാര്യം നടന്നേക്കും. ഇത് കൂടി അങ്ങോട്ട് പിടിപ്പിച്ചാട്ടെ. മിലിറ്ററിയാ, സാറിന് വേണ്ടി പ്രത്യേകം പറഞ്ഞയച്ച് മേടിപ്പിച്ചതാ. മിലിറ്ററി തന്നെ. എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ടോ? ഇത്രയും മഹാമനത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അതിലാർക്കാടാ അഭിപ്രായ വ്യത്യാസം ഉള്ളത്? ഓർഡർ ഇട്ട് നോട്ടീസ് പതിപ്പിച്ച ജപ്തി നടപടി നീട്ടിത്തരിക എന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യാണോടാ? അതെ, സാറിത ഇത്ര ഉള്ളെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള സാറിന്റെ ഇത്രയും വലിയൊരു മനസ്സുണ്ട്. അതാണ് സാറിനെ കൊണ്ട് ഇതൊക്കെ സമ്മതിപ്പിച്ചത്. സമ്മതിച്ചോ? ആര്? സാറ് സമ്മതിക്കും. എടോ, മുഖാചക്രത്തിന്റെ കള്ളും 2 കോഴിക്കാലും വാങ്ങിച്ചു തന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ ദിവാകര കൈമള ചുരുട്ടി വടക്കി കയ്യിലെടുക്കാമെന്ന് ആരാടോ തന്നോട് പറഞ്ഞത്? ഒഴിക്കണോ? അയ്യോ സാറെ, ചതിക്കരുത്. എടോ, എനിക്കിത് പൊത്തരിയൊന്നുമല്ല. അത്ര നല്ല മനസ്സും എനിക്കില്ല. വഴിയാൻ വേണ്ടം കണ്ട വഴിവിട്ട് എന്ത് പ്രവർത്തിയും ഞാൻ ചെയ്യും. അത് രഹസ്യമായിട്ടാണെന്ന് മാത്രം. ഇതിൽ കൂടുതൽ ഞാൻ ഇനി വേറെ എന്താ ചെയ്യേണ്ടത്? മധ്യ തിരുവിതാംകൂറുകാരൻ കൈമൾക്ക് മദ്യം ഒരു ലഹരിയാണോ? മദിരാക്ഷി ഒരു ഹരമാണോ? കൊണ്ടുപോകണോ മദിരാക്ഷിയെ? മധുര മീനാക്ഷി അതൊരു ദൈവമല്ലേ? മീനാക്ഷി അല്ല, മദിരാക്ഷി. പെണ്ണ് പെണ്ണ് പെണ്ണോ? നീ വന്നേ. നീ ടെൻഷൻ അടിക്കണ്ട. കണ്ടെടുത്തോളം പരമത്തറിയാം. ഏതെങ്കിലും ഒന്നിനെ സംഘടിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ മൊത്തം കുളമാവും. നീ എന്തൊക്കെയാ പറയുന്നത്? എടാ, അങ്ങനെ ഒരു അർത്ഥത്തിന് കൊടുക്കണ്ട. പോടാ. എനിക്കുണ്ട് അമ്മയും പെങ്ങന്മാരും. പൊന്നുമടത്തിലെ വിഷ്ണുനാരായണൻ ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടും ഇതിലും വേഗം തൂങ്ങിച്ചാവുന്നതാ. എന്നാ പോയി തൂങ്ങിച്ചാകും. ഇവൻ ആരടാ? കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വരുമ്പോഴാണ്. എടാ വിഷ്ണു, പഠിക്കൊണ്ട് കൊട കൊടുക്കരുത്. ഇപ്പൊ തന്നെ അയാൾ 4 കാലിലാണ്. നീ ഒന്നുകൂടി ചെന്നൊന്ന് മൂപ്പിക്ക്. അതിനുള്ളിൽ ഞാൻ എവിടെന്നെങ്കിലും ഒന്നിനെ സംഘടിപ്പിച്ചോണ്ട് വരാം. ഭൈരവ, ഒരു നല്ല കാര്യത്തിന് മുമ്പ് പുറകെ നിന്ന് വിളിക്കല്ലേ. വരൂ മധുരം ഹലോ, എത്തിയോ? വേണ്ട വേണ്ട വേണ്ട, അവിടെ തന്നെ നിൽക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. ഇതിനിവിടെ നിർത്തിയിട്ട് അവനത് എവിടെ പോയി? ഭൈരവാ, ഭൈരവാ, ഞാൻ ഇവിടെ ഉണ്ടേ. നമസ്കാരം. അയ്യേ, നീ എന്താ ഈ കോലത്തില്? വേറെ നിവൃത്തിയില്ലായിരുന്നു വിഷ്ണു. ഈ ഏരിയ മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി. ഒരു മരത്തിന് പോലും ഒന്നിനെ കിട്ടുന്നില്ല. അതുകൊണ്ട് എങ്ങനെ ഇതെങ്ങനെ ശരിയാവും? അതൊന്നും നീ അറിയണ്ട. അയാളിപ്പ എങ്ങനെ? അയാള് ഫ്ലാറ്റാ. ഫ്ലാറ്റ് ആണല്ലോ. എങ്കിൽ ധാരാളം. വിഷ്ണു, നീയും അയാളും? അയ്യേ,
അതാവില്ല. എന്നാലും എങ്ങനെയത് ഈശ്വര, ചേട്ടാ ഞാൻ വന്നു ഉണരുന്നേ തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല പൊട്ടിട്ടുവല്ലോ മേടാകെ. പോലീസ് പോലീസ് ഓടിക്കോ ഇവിടെ മൊത്തം ഇത് തന്നെ. ഇവിടെ നിൽക്കുകയാണോ? ഇങ്ങോട്ട് വാ എന്റെ മുത്ത. അയ്യോ. ഇപ്പൊ ഇറങ്ങിയ പീസ് അങ്ങോട്ട് പോയി. താടിയുള്ള പെണ്ണോ? ഞാൻ പെണ്ണല്ല ആണാ. ഇതൊരു വത്താക്ഷേപം നടത്തുന്നോ? എന്നാ ഇയാള് പീഡിപ്പിക്കുന്നേ? അയ്യോ, അയ്യോ. ഹേയ്, ഹേയ്, ആ, പറ്റിച്ചേ. അയ്യോ സാറേ, ഞാൻ ഡെപ്യൂട്ടി വയസ്സാം കാലത്ത് അവന്റെ ഒക്കെ ഒരു സുഖിക്കല്. ഈ പരമേശ്വരന്റെ അടുത്താ കളി. പിടിക്കൂ. അറസ്റ്റ് ചെയ്യും. ചാടിക്കോ. തൊന്തരവ് 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 അയ്യോ എന്തൊരു തൊന്തരവ് ഇതെന്തൊരു തൊന്തരവ്. പൊന്നുംപടത്തിലേക്ക് താക്കോല് കൊണ്ടുപോകുന്ന അവസാന ദിവസമായിന്ന്. ഇനി അമ്പലം നാട്ടുകാരുടെ സ്വന്തമാകാൻ പോവുകയല്ലേ. അപ്പൊ പിന്നെ താക്കോൽ ഇരിക്കേണ്ടതോ അമ്പലത്തിൽ തന്നെ. അടുത്ത നട തുറക്കുന്ന ദിവസം കൃത്യമായി പറഞ്ഞാൽ കുംഭമാസം 3-ാം തീയതി 3:30 താക്കോൽ ഇവിടെ എത്തിയിരിക്കണം. പണ്ടൊക്കെ ക്ഷേത്രം നിങ്ങളുടെ മാത്രമായിരുന്നപ്പോ ആചാരായിട്ട് നിങ്ങളത് ചെയ്തു. ഇപ്പൊ കമ്മിറ്റിക്കാരുടെ ഉറപ്പിന് ഇതിലൊന്ന് ഒപ്പിട്ട് തന്നേക്ക്. കഴിഞ്ഞ കാലമൊന്നുമല്ല. അമ്പലം ചെറുതാണെങ്കിലും ലക്ഷക്കണക്കിന് സ്വത്തുള്ള ദേവിയാ. ആ സ്വത്തിലെങ്ങാനും ഒരു കണ്ണു തോന്നിയാലോ? പണിക്കരെ, ദേവിയുടെ സ്വത്ത് കൊണ്ട് അസ്ഥി കഴിക്കേണ്ട ഗതികേടൊന്നും ഇപ്പോഴും പൊന്നുമടത്തുകാർക്കില്ല. ഈ കണ്ട നാളത്രയും വിളക്ക് വെച്ച് സേവിച്ച തലമുറയേക്കാൾ ദേവിയെ വിറ്റ് കാശുണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങിയ നിങ്ങളുടെയൊക്കെ വിളക്കും പൂജയുമാണ് ദേവിക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇനി ഇങ്ങനെ ഒരു ചടങ്ങ് ഈ മുറ്റത്തുണ്ടാവോ തിരുമേനി? എല്ലാം അവസാനിക്കല്ലേ. എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ഏറ്റെടുക്കേണ്ടത് ഇവനാ. അതിനുള്ള മഹാഭാഗ്യം ഭഗവതി എന്റെ കുട്ടിക്ക് കൊടുക്കുവോ? ദേവിയെ വിറ്റ് പണം ഉണ്ടാക്കാനുള്ള ആർത്തിയ ആ പണിക്കർക്കും കൂട്ടർക്കും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ പിന്നെ ഞാനിവിടെ ശാന്തിക്ക് ഉണ്ടാവില്ല എന്ന് അങ്ങോട്ട് കൂട്ടിക്കോളൂ. വിഷ്ണു ദക്ഷിണ കൊടുക്കുക. മടിക്കണ്ട, മുഴുവനായിട്ട് കൊടുത്തോളൂ.